നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ജീവകങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, ധാതുക്കൾ. ജീവകങ്ങൾ. ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമിർ ഫങ്ക്. ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമിർ ഫങ്ക്. ആകെ 13 ജീവകങ്ങൾ ഉള്ളതിൽ 8 ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. ആകെ 13 ജീവകങ്ങൾ ഉള്ളതിൽ 8 ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. കോഎൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ജീവകം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ജീവകം എ, ഡി, ഇ, കെ. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ജീവകം ബി, സി. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകമാണ് ജീവകം എ. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം എ. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ജീവകം എ. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം എ. പാലിൽ സുലഭമായിട്ടുള്ള ജീവകം എ. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിൻ. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം B1. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B1. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ജീവകം B7, ജീവകം B5, ജീവകം K. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് ജീവകം B7, B5, K. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം റൈബോഫ്ലാവിൻ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം റൈബോഫ്ലാവിൻ. ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം B7. ജീവകം B7. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം B12. ജീവകം B12ന്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സയനോ കൊബാലാമീൻ. സൺഷൈൻ വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ഇ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ആന്റി റിക്കറ്റിക് വൈറ്റമിൻ ഡി. ബ്യൂട്ടി വൈറ്റമിൻ ഇ. ഹോർമോൺ വൈറ്റമിൻ ഇ. ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ ഇ. സ്റ്റിറോയിഡ് വൈറ്റമിൻ ഡി. കൊയാഗുലേഷൻ വൈറ്റമിൻ കെ. ആൻഡറി പെല്ലഗ്ര വൈറ്റമിൻ ബി. ശരീരത്തിൽ കൊബാൾട്ടിന്റെ പ്രധാന ധർമ്മം ഇരുമ്പിനെ ആഗീകരണം ചെയ്യുക. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം സി. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകമാണ് ജീവകം സി. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകം സി. അപ്പൊ ജീവകം സി ലഭിക്കുന്നത് ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം സി. മുറിവുണങ്ങാൻ കാലതാമസമെടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ്? ജീവകം സിയുടെ അഭാവം മൂലമാണ് മുറിവുണങ്ങാൻ കാലതാമസമെടുക്കുന്നത്. ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകം സി. ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകമാണ് ജീവകം സി.
രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം ജീവകം സി. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം സി. ജീവകം സിയുടെ അഭാവം മോണയിലെ രക്തസ്രാവത്തിന് കാരണമാകുന്നു. ജീവകം സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണുന്ന രോഗം സ്കർവി. ജീവകം സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണുന്ന രോഗമാണ് സ്കർവി. ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം സി. ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഡി. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഡി. കാൽസിഫെറോൾ. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഡി. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി. ജീവകം ഡിയുടെ 2 രൂപങ്ങളാണ് ജീവകം D3, ജീവകം D2. ജീവകം D3 കോൾകാൽസിഫെറോൾ, ജീവകം D2 എർഗോസ്റ്റിറോൾ. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഇ. വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ജീവകം ഇയുടെ അഭാവം. വന്ധ്യത ഉണ്ടാകുന്നതിനുള്ള കാരണം ജീവകം ഇയുടെ അഭാവമാണ്. ഒരു നിരോക്സികാരി കൂടിയായ ജീവകമാണ് ജീവകം ഇ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഇ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകമാണ് ജീവകം ഇ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം കെ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം കെ. വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥ ജീവകാധിക്യം, ഹൈപ്പർ വൈറ്റമിനോസിസ്. ജീവകങ്ങളും രാസനാമങ്ങളും. ജീവകം എ റെറ്റിനോൾ. ജീവകം എ റെറ്റിനോൾ. ജീവകം B1 തയാമിൻ. ജീവകം B2 റൈബോഫ്ലാവിൻ. ജീവകം B3 നിയാസിൻ, നിക്കോട്ടിനിക് ആസിഡ്. ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്. ജീവകം B6 പിരിഡോക്സിൻ. ജീവകം B7 ബയോട്ടിൻ. ജീവകം B9 ഫോളിക് ആസിഡ്. ജീവകം B12 സൈനോകൊബാലമിൻ. ജീവകം സി അസ്കോർബിക് ആസിഡ്. ജീവകം ഡി കാൽസിഫെറോൾ. ജീവകം ഇ ടോക്കോഫെറോൾ. ജീവകം കെ ഫിലോക്കിനോൺ. അപര്യാപ്തത രോഗങ്ങൾ. ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ. ജീവകം എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത, സിറോഫ്താൽമിയ. ജീവകം B3 പെല്ലഗ്ര. ജീവകം B3 പെല്ലഗ്ര. ജീവകം B9 വിളർച്ച. ജീവകം B9ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം വിളർച്ച. ജീവകം സി സ്കർവി. ജീവകം സി സ്കർവി. ജീവകം ഡി കണ, റിക്കറ്റ്സ്. ജീവകം ഡി റിക്കറ്റ്സ്. ജീവകം കെ രക്തസ്രാവം. ജീവകം കെയുടെ അഭാവം മൂലം രക്തസ്രാവം. ജീവകം ഇ വന്ധ്യത. ധാതുക്കൾ. ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പോഷക ഘടകങ്ങൾ ധാതുക്കളും ജീവകങ്ങളും. കൂടിയ അളവിൽ ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ കാൽസ്യം, ഫോസ്ഫറസ്,
സോഡിയം, പൊട്ടാസ്യം. കൂടിയ അളവിൽ ശരീരത്തിന് ആവശ്യമായ ധാതുക്കളാണ് കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം. കുറഞ്ഞ അളവിൽ ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ കോപ്പർ, അയൺ, സിങ്ക്, മഗ്നീഷ്യം, അയഡിൻ. കുറഞ്ഞ അളവിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ് കോപ്പർ, അയൺ, സിങ്ക്, മഗ്നീഷ്യം, അയഡിൻ. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഒരു ദിവസം ലഭ്യമാകേണ്ട ഇരുമ്പിൻ്റെ അളവ് 10 mg. ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം ഇരുമ്പ്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പ് ആറ്റങ്ങളുടെ എണ്ണം 4. രക്തത്തിൽ ഇരുമ്പ് അധികമാകുന്ന അവസ്ഥ സിഡിറോസിസ്. രക്തത്തിൽ ഇരുമ്പ് അധികമാകുന്ന അവസ്ഥ സിഡിറോസിസ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം മഞ്ഞൾ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം മഞ്ഞൾ. പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹം മഗ്നീഷ്യം. പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹം മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ പ്രധാന സ്രോതസ് സമുദ്ര വിഭവങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ചോക്ലേറ്റ്, ഇലക്കറികൾ. മഗ്നീഷ്യത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളാണ് സമുദ്ര വിഭവങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ചോക്ലേറ്റ്, ഇലക്കറികൾ. ഇൻസുലിൻ നിർമ്മാണത്തിനാവശ്യമായ ധാതു സിങ്ക്. എല്ലുകളിലും പല്ലുകളിലും അടങ്ങിയിരിക്കുന്ന ധാതു കാൽസ്യം. എല്ലുകളിലും പല്ലുകളിലും അടങ്ങിയിരിക്കുന്ന ധാതു കാൽസ്യം. കാൽസ്യത്തിൻ്റെ സ്രോതസ്സ് പാൽ, പാലുൽപ്പന്നങ്ങൾ, മത്സ്യം. കാൽസ്യത്തിൻ്റെ സ്രോതസ്സ് പാൽ, പാലുൽപ്പന്നങ്ങൾ, മത്സ്യം. കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ടെറ്റനി, ഓസിയോപൊറോസിസ്, കുട്ടികളുടെ വളർച്ച മുരടിക്കൽ. ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം കശകശ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ചോളം. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യമാണ് ചോളം. പൊട്ടാസ്യത്തിൻ്റെ പ്രധാന സ്രോതസ് കരിക്കിൻ വെള്ളം, പാൽ, മാംസം, പയർവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ. പൊട്ടാസ്യത്തിൻ്റെ അഭാവം കാരണമുണ്ടാകുന്ന രോഗം സന്ധിവാതം. പൊട്ടാസ്യത്തിൻ്റെ അഭാവം കാരണമുണ്ടാകുന്ന രോഗം സന്ധിവാതം. അയഡിൻ്റെ പ്രധാന സ്രോതസ് സമുദ്ര വിഭവങ്ങൾ, അയോഡൈസ്ഡ് ഉപ്പ്. ജലം. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ഏകദേശം 65%. പ്രധാനമായും ശരീരത്തിൽ നിന്നും ജലം നഷ്ടം സംഭവിക്കുന്നത് മൂത്രം, വിയർപ്പ് എന്നിവയിലൂടെയാണ്. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ദിവസവും നഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ജലത്തിൻ്റെ അളവ് തുല്യമാകുമ്പോഴാണ് ജലം തുലനാവസ്ഥയിലെത്തുന്നത്. ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം വിസർജിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് 800 മുതൽ 2500 മില്ലി. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ഏകദേശം 35 ലിറ്റർ. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ഏകദേശം 35 ലിറ്റർ.